ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പിൽ 24 hours കളിക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലേ? എല്ലാവരും സ്ഥിതിയും ഏകദേശം അങ്ങനെ തന്നെ. നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്സപ്പിൽ കളിക്കാറുണ്ട്. പക്ഷേ ഈ വാട്സപ്പിൽ നമുക്ക് വരുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഇമേജസ് ഈ കാരണം കൊണ്ട് നമ്മുടെ സ്റ്റോറേജ് എപ്പോഴും ഫുൾ ആവാറുണ്ട്. നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് മാത്രമല്ല, നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റോറേജ് ഫുൾ ആവാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി വാട്സപ്പ് തന്നെ ഇപ്പം നല്ലൊരു അടിപൊളി ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. സ്റ്റോറേജിന് ഫുൾ ആവുന്ന പ്രശ്നം നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്. അതിന് മുൻപ്, അതായത് അത് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊരു അടിപൊളി ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് ഇതൊന്ന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുറേ പ്രൊഫൈൽസ് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് വരുന്ന മെസ്സേജുകൾ, പ്രത്യേകിച്ച് വീഡിയോ മെസ്സേജുകൾ, അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജുകൾ, അല്ലെങ്കിൽ ഫോട്ടോസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും വന്ന് നിറയുന്നത് കൊണ്ടാണ് നമ്മുടെ വാട്സപ്പ് ഫുള്ളാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ വാട്സപ്പ് അടിപൊളി ഒരു സെറ്റിംഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടില്ലേ വാട്സപ്പിന്റെ ആ 3 dots ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് മോർ സെറ്റിംഗ്സ് ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിലാണ് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ഉള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ, അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നെറ്റ്വർക്ക് യൂസേജ് കാണാം. അതിന്റെ തൊട്ട മുകളിലായിട്ട് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് സ്റ്റോറേജ്, അവിടെ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5.8 GB എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു ഗ്രാഫ് വന്നിട്ട് 5.8 GB വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫോർവേഡഡ് മെനി ടൈംസ് പറഞ്ഞ കുറേ മെസ്സേജുകൾ, വീഡിയോ മെസ്സേജുകൾ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫോണിൽ വന്നിട്ട് പല ഗ്രൂപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ പല പേഴ്സൺസ് നമുക്ക് അയച്ചിട്ട്, പല വ്യക്തികൾ നമുക്ക് അയച്ചിട്ടുള്ളതാണ്. അതിൽ ലാർജർ ഫയൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫയലുകളെ കൊണ്ടാണ് നമ്മുടെ ഫോൺ വന്നെന്ന് അറിയുന്നത്. അപ്പോൾ അതിനുള്ളൊരു പുതിയ ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ പുതിയൊരു ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ടൂൾസ് ടു സേവ് സ്പേസ്, അതായത് സ്പേസ് നമ്മുടെ സ്റ്റോറേജ് ലാഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ടേൺ ഓൺ ഡിസപ്പിയറിംഗ് മെസ്സേജ് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണും. ഇവിടെ നോക്കൂ, സെറ്റ് മെസ്സേജസ് ടു ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ എന്ന് പറയുന്നത്. അതായത് മെസ്സേജുകൾ നമുക്ക് ഡിസപ്പിയർ ആവാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ ഫസ്റ്റ് ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റ് ഫോർ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പുതിയ ചാറ്റ്സുകൾക്ക് ന്യൂ ചാറ്റ്സ് വിൽ ബിഗിൻ, അതായത് പുതിയ ചാറ്റുകൾ തുടങ്ങുന്നത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഓഫിലാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. 90 days, 7 days, 24 hours എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓഫ് അടക്കം 4 ഓപ്ഷൻസ്. അപ്പം നിങ്ങൾക്ക് 90 days വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജുകളെല്ലാം ഡിസപ്പിയർ ആവും, ഒഴിവായി പോകും. ഇനി 7 days വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജിലൊക്കെ നിങ്ങളുടെ ഡിലീറ്റ് ആയി പോലും നിങ്ങളുടെ സ്റ്റോറേജ് കാലിയാവുന്നതാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ 7 ദിവസമോ അല്ലെങ്കിൽ 9 ദിവസമോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചാറ്റുകളിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഏതെല്ലാം ചാറ്റുകളിലാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ കാണുന്ന ആ ടിക്ക് മാർക്കിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പുതിയ മെസ്സേജുകൾ, പുതിയ ആളുകളായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതും നമുക്ക് ഡിസപ്പിയറിംഗിൽ കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രസന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് 7 ദിവസമോ അല്ലെങ്കിൽ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ 90 ദിവസം, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസപ്പിയർ ചെയ്യേണ്ടത് അതേപോലെ നമുക്ക് ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് ഫുൾ ആവാത്ത രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇതെല്ലാവരും ചെയ്തു വെച്ചതിന് ശേഷം കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്.